പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തിയെയും അവിടുത്തെ മഹത്വത്തെയും നമുക്ക് ഈ നിമിഷം നമ്മുടെ ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് അവിടുത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യാം. സർവശുദ്ധനും പരിശുദ്ധനുമായ ഈശോയെ, അങ്ങ് ഈ ദിവ്യകാരുണ്യത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യുവാനായി ഞങ്ങളുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്ത എല്ലാ അത്ഭുതങ്ങൾക്കും ഞങ്ങൾ പ്രത്യേകിച്ച് ഈ 25 നോമ്പിൻ്റെ ദിനങ്ങളിൽ അങ്ങയുടെ നാമം പരിശുദ്ധമായി വാഴ്ത്തുന്നതിനും അങ്ങയുടെ ശക്തിയിൽ ആശ്രയിച്ച് ക്രിസ്തുമസിന് ഒരുങ്ങുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ധ്യാന വിഷയമായി വിചിന്തന വിഷയമായി ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിൽ നിന്നുള്ള ശക്തനായവൻ എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നുള്ള വചനം നമുക്ക് ധ്യാന വിഷയമാക്കാം. ക്രിസ്തുമസ് എന്നത് ശക്തനായ ദൈവം മനുഷ്യൻ്റെ രൂപത്തിൽ അവതരിച്ചതിൻ്റെ ഓർമ്മയാണ്. ദൈവം മനുഷ്യൻ്റെ രൂപം ധരിച്ചതിൻ്റെ ഓർമ്മയാണ്. നമ്മുടെ ബലഹീനതകൾക്കപ്പുറം ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ദൈവത്തിന് നമ്മെപ്പോലെ ഒരു മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കാൻ സാധിക്കുമെങ്കിൽ അതവിടുത്തെ ശക്തിയാണ്. പലപ്പോഴും നമ്മുടെ പരിമിതികളിലും ബലഹീനതകളിലും നമ്മൾ ആശ്രയിച്ച് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കാതെ വിശ്വസിക്കാതെ നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട്. എന്നാൽ ഉപവാസവും ത്യാഗപ്രവൃത്തികളും വഴി നമ്മുടെ ബലഹീനതകളെ ദൈവത്തിൻ്റെ ശക്തിക്ക് സമർപ്പിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം. നമ്മൾ ബലഹീനരാണ് എന്ന് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ എത്രമാത്രം കഠിനമായ പരിശ്രമത്തിലൂടെയാണ് ഉപവാസം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ നേടിയെടുക്കുക. അല്ലെങ്കിൽ മാംസവർജനം, മത്സ്യവർജനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നോമ്പുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത് എത്രമാത്രം കഠിനമായി പരിശ്രമിച്ചിട്ടാണ്. നമ്മുടെ ബലഹീനതകൾമേലുള്ള വിജയം നേടുവാനുള്ള വലിയൊരു കാര്യമാണത്. അങ്ങനെയെങ്കിൽ ഈ ഉപവാസം ദൈവത്തോടു കൂടെയായിരുന്നു കൊണ്ട് ചെയ്യുകയാണ് എങ്കിൽ, ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ കൂടെ വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തോടു കൂടെ നമ്മൾ ഈ കാര്യം ചെയ്യുമ്പോഴാണ് നമ്മുടെ ബലഹീനതകളെ നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കുക. ശക്തനായവൻ എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നാണ് പറയുക. അത് രക്ഷയുടെ പ്രവൃത്തിയാണ്, വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത്. പാപികളായ നമ്മുടെ മേൽ, ബലഹീനരായ നമുക്ക് നഷ്ടപ്പെട്ട പറുദീസ തിരിച്ചു കിട്ടണമെങ്കിൽ നമ്മുടെ അധ്വാനം കൊണ്ട്, നമ്മുടെ യോഗ്യത കൊണ്ട്, നമ്മുടെ ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ആഗ്രഹം കൊണ്ടൊന്നും നടക്കില്ല എന്ന് തമ്പുരാൻ അറിയാം. അതിന് അവിടുത്തെ ദാനമായ സ്നേഹവും കരുണയും നമുക്ക് വേണം. അതിനുവേണ്ടി ദൈവം തൻ്റെ പുത്രനെ മനുഷ്യനായി അവതരിക്കുവാൻ തയ്യാറാക്കുക. മറിയത്തിൻ്റെ ജീവിതത്തിലെ വൻകാര്യമെന്ന് പറയുന്നത് ഈശോയെ അവൾ വഹിച്ചു എന്നതായിരുന്നു. ശക്തനായവൻ എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ പരിശുദ്ധ അമ്മയെ പോലെ അമ്മ ഒരിക്കൽ ആ ഈശോയെ സ്വീകരിച്ച് ഈ ഭൂമിക്ക് ജന്മം നൽകിയതുപോലെ ഇന്ന് നമ്മൾ എല്ലാ ദിവസവും ഈശോയെ സ്വീകരിക്കുന്നവരാണ്. അപ്പം പരിശുദ്ധ അമ്മയെ പോലെ സ്തോത്രഗീതം എല്ലാ ദിവസവും എല്ലാ നിമിഷവും ആലപിക്കാനായിട്ട് കടപ്പെട്ടവരാണ്. കാരണം വൻ കാര്യങ്ങൾ അവൻ ചെയ്തിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ ഈശോയെ അവൾ വഹിച്ചു, അല്ലെങ്കിൽ അതിനുള്ള ഭാഗ്യം
അവൾക്ക് ലഭിച്ചു എന്നാണ് പറയുന്നത് എങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് തമ്പുരാൻ കടന്നു വരുമ്പോൾ നമ്മളെ ജീവിതത്തെ രക്ഷിക്കുവാനായി അവർ എടുക്കുന്ന ഓരോ ചുവടുകളും, അതായത് പെസഹ രഹസ്യങ്ങൾ, തൻ്റെ പീഡാനുഭവം, കുരിശുമരണം, ഉദ്ധാനം, അന്ന് കാൽവരിയിൽ നടന്നത് ഇന്നും സജീവമായി കാലത്തിനും സമയത്തിനും യുഗങ്ങൾക്കുമൊക്കെ അതീതമായി നിൽക്കുകയാണ്. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അങ്ങനെ ശക്തനായവൻ രക്ഷയുടെ പ്രവൃത്തി ചെയ്തുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ, ഒരപ്പത്തിൻ്റെ രൂപത്തിൽ കടന്നു വരുവാൻ മാത്രം അവൻ എളിമപ്പെട്ടുവെങ്കിൽ അതാണ് അവൻ കാര്യമെന്ന് പറയുക. ക്രിസ്മസ് ഈശോയുടെ ജനനം പുൽക്കൂടിലാണ്. ക്രിസ്മസിൻ്റെ സന്ദേശം മുഴുവൻ കേൾക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന കാര്യമാണ്, അവൻ കാലിത്തൊഴുത്തിലെ പുൽക്കൂട്ടിൽ ജനിച്ചു, എളിമയുടെ മാതൃകയായി. ഇതിലും താഴ്ന്ന രീതിയിൽ ഒരു മനുഷ്യനും ജനിക്കുവാനായിട്ട് സാധിക്കില്ല എന്ന് നമ്മൾ ക്രിസ്മസ് സന്ദേശത്തിൽ പലതവണ കേട്ടതാണ്. അതുപോലെ തന്നെ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ, അതിലും ചെറിയൊരു കാര്യമായിട്ടൊരു ഗോതമ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുവാനായിട്ടും സർവശക്തനായ ദൈവത്തിനല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. അതുകൊണ്ടാണ് ദൈവത്തെ ശക്തനായവനെന്ന് പറയുന്നത്. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ, മറ്റുള്ളവരോട് വിട്ടുകൊടുക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ, അവർ നമ്മളെ വേദനിപ്പിച്ചാലും വീണ്ടും വീണ്ടും അവരോടൊപ്പം നിൽക്കുവാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മളും ശക്തനാവുകയാണ്, ദൈവത്തോട് കൂടി നിന്ന് ശക്തരാവുകയാണ്. കാരണം ശക്തനായവന് മാത്രമേ ക്ഷമിക്കാൻ സാധിക്കുകയുള്ളൂ, രക്ഷാകര പദ്ധതി മറ്റൊന്നിനു വേണ്ടി വിഭാവനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അവർക്ക് വേണ്ടി എളിമപ്പെടാൻ സാധിക്കുകയുള്ളൂ, അവർക്ക് വേണ്ടി സ്വയം വ്യയം ചെയ്യാനായി വിട്ടുകൊടുക്കാനായി സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ വൻ കാര്യങ്ങൾ ചെയ്യുക എന്നാൽ മറ്റുള്ളവനു വേണ്ടി സ്വജീവൻ നൽകാൻ പോലും സന്നദ്ധനായി തീരുക എന്നർത്ഥം കൂടി ഇവിടെ വരികയാണ്. ഇപ്പം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്ത നല്ല തമ്പുരാൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുക, ദിവ്യകാരുണ്യത്തിന് മുമ്പിലാണ് നമ്മളായിരിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് നന്ദിയോടുകൂടി അവിടുത്തെ ആയിരിക്കാം. അങ്ങനെയുള്ള അവിടുത്തെ നാമത്തെയാണ് നമ്മൾ പറയുന്നത്, അവൻ്റെ നാമം പരിശുദ്ധമാണ്. ദൈവത്തെ സ്വീകരിക്കുന്ന ഞങ്ങളും വിശുദ്ധിയെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഈശോയുടെ ജനനം ലോകത്തെ വിശുദ്ധീകരിക്കാനുള്ളതായിരുന്നു. നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും വിശുദ്ധീകരിച്ച് ദൈവനാമത്തിന് യോജിച്ച വിധം നമുക്ക് സംസാരിക്കാൻ, പെരുമാറാൻ, ജീവിക്കാനായിട്ടുള്ള കൃപയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കണം. കുറവുകളുണ്ടാവാം നമ്മുടെ ജീവിതത്തിൽ. അരിശമുണ്ടാകുമ്പോൾ, ദേഷ്യമുണ്ടാകുമ്പോൾ, വേദനയുണ്ടാകുമ്പോൾ, തകർന്നു എന്ന് വിചാരിക്കുമ്പോൾ, പരിത്യക്തമാക്കി എന്ന് വിചാരിക്കുമ്പോൾ, അവഗണിച്ചു മാറ്റി നിർത്തപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോൾ, പരിഹസിക്കപ്പെടുന്നു എന്ന് വിചാരിക്കുമ്പോൾ, നിസ്സഹായാവസ്ഥയിലാവുന്ന അവസ്ഥയിൽ നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. ഇവിടെ പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്ക് പറയാനായിട്ട് സാധിക്കട്ടെ, തകർക്കപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന സമയത്തും പരിശുദ്ധ അമ്മ തമ്പുരാനോട് കൂടെ നിന്നുകൊണ്ട് തൻ്റെ കൃപ സ്വീകരിക്കുകയാണ്. തമ്പുരാൻ്റെ കൃപ അമ്മ സ്വീകരിക്കുകയാണ്. ശക്തനായ വരവിനായിട്ടാണ് നമ്മൾ കാത്തിരിക്കുക. ലോകത്തിൽ വൻകാര്യങ്ങൾ ചെയ്യാനായി വരുന്ന ശക്തനായ രാജാവിൻ്റെ വരവിനായിട്ട് ജനങ്ങൾ ഒരുങ്ങുകയാണ്. ഞാനും നിങ്ങളും എല്ലാവരും ഈശോയുടെ ജനനത്തിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ ഭവനങ്ങളിലും ജീവിതങ്ങളിലും അവിടുത്തെ അത്ഭുതകരമായ വൻകാര്യങ്ങൾ ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കണം. നമുക്കൊരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് ചെയ്തു തന്ന വൻകാര്യങ്ങൾ ഓരോന്നും ഓർത്ത് നന്ദി പറയുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മളെ സ്നേഹിച്ചവർ, നമ്മളെ പരിഗണിച്ചവർ, നമുക്ക് വേണ്ടി നിലകൊണ്ടവർ, നമുക്ക് വേണ്ടി സംസാരിച്ചവർ, നമ്മുടെ കൂടെയായിരുന്നവർ, നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നമ്മളെക്കാൾ കൂടുതൽ നമ്മെ തന്നെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്നവർ, അവരൊക്കെ നമ്മൾക്ക് ചെയ്തു തന്നെല്ലാം വൻ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രയാസകരമായ സാഹചര്യങ്ങൾ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ട ചില അവസരങ്ങളാണത്. കൃപയോടെ ജീവിക്കാനുള്ള വലിയ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങൾ ഇന്ന് സമർപ്പിക്കുമ്പോഴും സർവശക്തനായ ദൈവത്തിൻ്റെ ആ വലിയ കൃപയുടെ കീഴിൽ ആയിരിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എന്നിട്ട് നമുക്ക് എപ്പോഴും പറയണം,
ശക്തനായവൻ എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അത് നന്ദിയോടുകൂടി ഏറ്റു പറയാൻ നമ്മുടെ എല്ലാ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോഴും ശക്തനായവൻ എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് പരിശുദ്ധമ്മയെ പോലെ സ്തോത്രഗീതത്തിലൂടെ നമുക്കും പറയാനായിട്ട് സാധിക്കട്ടെ. ശക്തനും പരിശുദ്ധനുമായ ഈശോയുടെ മുമ്പിലാണ് നമ്മുടെ നിയോഗങ്ങൾ നമ്മൾ സമർപ്പിക്കുക. അവിടുത്തെ വൻകാര്യങ്ങൾ ആവശ്യമുള്ളവർക്കും വിശുദ്ധിയിൽ വളരാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി നമുക്ക് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ വൻകാര്യങ്ങൾ ചെയ്തുകൊണ്ട് യുദ്ധങ്ങൾ അവസാനിപ്പിച്ച് സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി, അവിടുത്തെ പരിശുദ്ധനാമം ലോകമെമ്പാടും വാഴ്ത്തപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. കഠിനമായ രോഗങ്ങളിൽ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി, അസാധ്യമെന്ന് തോന്നുന്ന പ്രശ്നങ്ങൾപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി വെളിപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയത്തിലെ പ്രാർത്ഥന ഇതാവട്ടെ: ശക്തനായവൻ എനിക്ക് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. നമ്മുടെ ഈ നോമ്പുകാലത്തെ പരിശ്രമങ്ങൾ വഴി നമ്മുടെ ജീവിതത്തെ കൂടുതൽ കൃപയിൽ നിറയാൻ വേണ്ടി, അങ്ങനെ ഈശോയുടെ മഹത്വം ദർശിക്കുവാൻ വേണ്ടി കൂടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ വ്യക്തിപരമായ നിയോഗങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവം വ്യക്തിപരമായി ഇടപെട്ടുകൊണ്ട് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്ന വൻ കാര്യങ്ങളുണ്ട്. അതേതൊക്കെയാണെന്ന് ഈ നിമിഷം നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ ദൈവം വ്യക്തിപരമായി ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്ന പല നിയോഗങ്ങളുമുണ്ട്. അത് വൻ കാര്യങ്ങളാണ് നമ്മെ സംബന്ധിച്ച്. അത് തമ്പുരാൻ ചെയ്തു തന്നിരിക്കും. കാരണം നമുക്ക് വേണ്ടി പാടുപീടുകൾ സഹിക്കുവാൻ നാം ആവശ്യപ്പെടാതെ അവിടുന്ന് തയ്യാറായി എങ്കിൽ നമ്മുടെ എന്തു നിയോഗവും അവിടുത്തെ സന്നിധിയിൽ എത്തിച്ചാൽ അത് നമുക്ക് ലഭിച്ചിരിക്കും. ഈശോയുടെ മുമ്പിൽ കരഞ്ഞപേക്ഷിച്ച ആരും തൻ്റെ പരിശുദ്ധ ജീവിത സമയത്ത് നമ്മൾ കാണുന്നുണ്ട്, ആരും അനുഗ്രഹിക്കപ്പെടാതെ തിരികെ പോയിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ ദിവികാരുണ്യ സമയത്ത് തമ്പുരാൻ്റെ മുമ്പിൽ കരഞ്ഞപേക്ഷിക്കുന്ന ഒരു കാര്യവും അവിടുന്ന് നമുക്ക് സാധിച്ചു തരാതെ നമ്മളെ വിടുകയില്ല. പക്ഷെ ഒരുപക്ഷെ തമ്പുരാൻ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം എപ്പോഴും പരിശോധിച്ച് നോക്കുമായിരിക്കും. മക്കൾക്കുള്ളത് നായ്ക്കൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന മനോഭാവത്തോടുകൂടി, അത് സത്യം പറഞ്ഞാൽ യഹൂദരുടെ മനോഭാവത്തെ തമ്പുരാൻ അവിടെ ചിത്രീകരിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും അത് ഈശോയുടെ മനോഭാവമല്ല. അവളുടെ വിശ്വാസത്തിൻ്റെ മറ്റുള്ളവർ അവളോട് കാണിക്കുന്ന ആ ഭാവത്തെ ഒരു കണ്ണാടിയിലെന്ന പോലെ തന്നെ ഈശോ ചിത്രീകരിച്ച് കാണിക്കുകയാണ്. അവിടെയും അവളെ തളരുന്നില്ല. അങ്ങനെ വിശ്വാസം കാണുമ്പോഴത്തേക്കും ഇതുപോലൊരു വിശ്വാസം ഞാൻ എങ്ങും കണ്ടിട്ടില്ല എന്ന് പറയുന്ന രീതിയിൽ ഈശോ തങ്ങളുടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന സമയത്ത് ഈശോ സംസാരിക്കുന്നുണ്ട്. അതുപോലെ ഒരു ഒറ്റ വാക്കുകൊണ്ട് ഈശോ അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ കണ്ണിൽ ചെളി പുരട്ടിയിട്ട് ശീലോകമായി പോയി കഴുകുക എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ട്. നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് വിടുന്നുണ്ട്. പലരോടും പല രീതിയിലാണ് തമ്പുരാൻ വൻ കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ തമ്പുരാൻ്റെ സന്നിധിയിൽ അപേക്ഷിച്ചവരെ ആരെയും അവിടുന്ന് വെറും കൈയോടെ വിട്ടിട്ടില്ല. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. അതാണ് തമ്പുരാൻ്റെ ഏറ്റവും വലിയ കൃപയെന്ന് പറയുന്നത്. കർത്താവേ ഈശോയെ, അങ്ങ് ശക്തനാണ് എന്നും അങ്ങയുടെ നാമം പരിശുദ്ധമാണ് എന്നും അങ്ങ് എനിക്ക് വൻകാര്യങ്ങൾ ചെയ്യുന്നതോ എന്നും ഞാൻ വിശ്വസിക്കുകയും അതിനെയോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഈശോയെ നിന്നെ സ്തുതിക്കുകയും ആരാധിക്കുകയും കൃതജ്ഞതയോടുകൂടി അങ്ങയുടെ മുമ്പിൽ ഞങ്ങളായിരിക്കുകയും ചെയ്യുന്നു. ഈ ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ നമുക്ക് നന്ദിയോടുകൂടി ആയിരിക്കാം. നമ്മുടെ എല്ലാ മറ്റു നിയോഗങ്ങളും നമുക്ക് തമ്പുരാൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ആ നിയോഗങ്ങൾക്കെല്ലാം തമ്പുരാൻ്റെ വലിയ കൃപ ലഭിച്ചിരിക്കും. അത് തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനമാണ്. തമ്പുരാൻ വലിയ കൃപയെ നമുക്കായിരിക്കാം. പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. ശക്തനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുമെന്ന വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ക്രിസ്മസ് വരെ നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ്റെ വലിയ ഇടപെടലുണ്ടാവട്ടെ. അതിനുശേഷം നമ്മുടെ ഉള്ളിൽ വസിക്കുകയും നമ്മെ നയിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.